അങ്ങനെ നിലമ്പൂർ അംഗം മുറുകുകയാണ്. നേതാക്കളെല്ലാം നിലമ്പൂരാണ്. മത്സരം പ്രവചനാതീതവും. സ്വരാജിനും ഷൗക്കത്തിനുമൊപ്പം അൻവറും കച്ചമുറുക്കുമ്പോൾ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുന്നു. മുന്നണികൾക്ക് ജീവൻ മരണ പോരാട്ടവും. നമുക്ക് ഇന്നത്തെ നിലമ്പൂരിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. വഴിക്കടവ് മരണത്തിൽ മത്സരിച്ച് പ്രതിഷേധിച്ച മുന്നണികൾ. മണ്ഡലത്തിൽ മാർച്ചുകളുടെ പരമ്പര. കോൺഗ്രസ് പഞ്ചായത്തിന്റെ അനാസ്ഥയെന്ന് CPM, ഉത്തരവാദി വൈദ്യുതി വകുപ്പെന്ന് കോൺഗ്രസ്. മടിച്ചു നിൽക്കാതെ BJPയും. പ്രതിഷേധം ഫോറസ്റ്റ് ഓഫീസിലേക്ക്. പിണറായി ഭരണം കൂടി തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്ന് M. സ്വരാജ്. സർക്കാരിന്റെ വിലയിരുത്തലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയാണ് ഞങ്ങൾ പ്രധാനമായും പ്രചരണം നടത്തുന്നത്. ഈ സർക്കാരിന്റെ പരിപാടികൾ വിലയിരുത്തരുത് എന്നല്ല, അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. സ്വരാജിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നെന്ന് ബെന്നി ബെഹനാൻ. ഫലം വന്ന ശേഷം മാറ്റിപ്പറയരുത്. ശ്രീ സ്വരാജിന്റെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിപ്പറയരുത്. വനം മന്ത്രി എവിടെയെന്ന UDF പരാതിക്ക് പരിഹാരമായി AK ശശീന്ദ്രൻ നിലമ്പൂരിലെത്തി. ഗൂഢാലോചനാവാദത്തിൽ മലക്കം മറിച്ചിൽ. അവിടെ സംഭവം, ആ സംഭവത്തിൽ ഒരു പരിക്ക് പറ്റി മരിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മന്ത്രിയുടെ തിരുത്ത് മുഖ്യമന്ത്രിയുടെ വിരട്ടലിനെ തുടർന്ന സൂചന. പ്രതികരിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറിയും. UDFന്റെയും LDFന്റെയും പ്രമുഖരെല്ലാം നിലമ്പൂർ കളത്തിൽ. ആര്യാടൻ ഷൗക്കത്തിന്റെ ഇന്നത്തെ പര്യടനം മുത്തേടം പഞ്ചായത്തിൽ. സ്വരാജിന്റെ പര്യടനം തുടങ്ങിയത് അമരമ്പലം സൗത്തിൽ നിന്ന്. NDA സംഘടിപ്പിച്ച DFO ഓഫീസ് ധർണയിൽ NDA സ്ഥാനാർത്ഥി. മണ്ണാത്തിപ്പൊയിലും പൂക്കോട്ടുപാടത്തും. UDFന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. പ്രത്യേകിച്ചും അൻവറിന്റെ പിണക്കവും UDFിലേക്കുള്ള പ്രവേശനവുമൊക്കെ നിലമ്പൂർ UDFനെ തുണയ്ക്കും എന്ന പ്രതീതി ജനിപ്പിച്ച തെരഞ്ഞെടുപ്പ്. എന്നാൽ സ്വരാജിന്റെ വരവും അൻവറിന്റെ നിലപാടും പോരാട്ടം കടുപ്പിച്ചോ? ആദ്യഘട്ടത്തിലൊന്നും ആത്മവിശ്വാസത്തോടെ ഒരു LDF നേതാവും ഭരണത്തിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് LDF സ്ഥാനാർത്ഥി തന്നെ അത് സമ്മതിക്കുകയാണ്. News 18നോട് സംസാരിച്ച M. സ്വരാജിന് യാതൊരു സംശയവുമില്ല, നിലമ്പൂരിൽ പിണറായിയുടെ ഭരണം വിലയിരുത്തും. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് ഇന്ന് തുറന്ന് സമ്മതിച്ചത് News 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിനോടാണ്. സർക്കാരിന്റെ പ്രവർത്തനം നിലമ്പൂരിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് M. സ്വരാജ് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സമ്മതിക്കാത്ത ഒരു കാര്യം കളത്തിലിറങ്ങി കളിയറിയാവുന്ന സ്വരാജ് പറയുകയാണ്. LDF സർക്കാരിന്റെ പിണറായി ഭരണത്തിന്റെ വിലയിരുത്തലാകും, വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്ന്. സ്വരാജിന്റെ വാക്കുകളിലേക്ക്. ഇവിടെ നിങ്ങൾ പറയുന്ന പോലൊരു ഫലം വരുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നേയില്ല. അതിന്റെ ഒരു കാരണം സർക്കാരിന്റെ വിലയിരുത്തലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിയാണ് ഞങ്ങൾ പ്രധാനമായും പ്രചരണം നടത്തുന്നത്. ഈ സർക്കാരിന്റെ പരിപാടികൾ വിലയിരുത്തരുത് എന്നല്ല, അത് വിലയിരുത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്താൻ ആർജവം പ്രകടിപ്പിക്കുന്നത് ജനങ്ങൾ ഈ സർക്കാരിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നു എന്ന പൂർണ്ണ ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വൻകിട വികസന പദ്ധതികളുടെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികളുടെയും ആ പദ്ധതി ഇതൊക്കെ തുടരണമെന്ന ജനങ്ങളുടെ ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതേസമയം ഈ സ്വരാജിന്റെ ഈ വാദത്തോട് കൃത്യമായ മറുപടി പറഞ്ഞത് ഇന്ന് ബെന്നി ബെഹനാനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന സ്വരാജിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി ബെന്നി ബെഹനാൻ പറഞ്ഞു. ഫലം വന്ന ശേഷം
സ്വരാജ് ഇത് മാറ്റിപ്പറയരുതെന്ന മുന്നറിയിപ്പും ബെന്നി ബെഹനാൻ പറഞ്ഞു. കാരണം ഈ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ല എന്നുള്ള നിലപാടിലേക്ക് സ്വരാജ് മാറരുത് എന്നാണ് ബെന്നി ബെഹനാൻ ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത്. ബെന്നി ബെഹനാന്റെ വാക്കുകളിലേക്ക്. സ്വരാജുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ വിലയിരുത്തലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ്. അതായത് ഒരു കോൺഫിഡൻസ് ആണ്, ഒരു ആത്മവിശ്വാസമാണ് അവിടെ പ്രകടമായിരിക്കുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. ഞാൻ പറയുന്നത് ശ്രീ സ്വരാജിന്റെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റി പറയരുത്. ഇപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളിത് ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. പക്ഷെ അവർ തോറ്റു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഉപതെരഞ്ഞെടുപ്പൊന്നും അങ്ങനെ സർക്കാരിന് വിലയിരുത്താനുള്ളതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. സ്വരാജ് ഇപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയാൻ സ്വരാജ് തയ്യാറാകണമെന്ന് മാത്രം എനിക്ക് അറിയാം. മഞ്ജുഷ് ഗോപാൽ നിലമ്പൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. രാവിലെ സ്വരാജിനോട് സംസാരിച്ചതും അതിനുശേഷം ബെന്നി ബെഹനാന്റെ പ്രതികരണം തേടിയതും മഞ്ജുഷ് ആയിരുന്നു. മഞ്ജുഷ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കളത്തിലിറങ്ങി ഇപ്പോൾ കുറേ ദിവസങ്ങളായി കളിക്കുന്ന സ്വരാജിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിച്ച സ്വരാജിനെയാണോ ഇന്ന് രാവിലെ മഞ്ജുഷ് കണ്ടത്? സ്വരാജിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെ തന്നെ വായിച്ചെടുക്കണം രഞ്ജിത്ത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത്, പ്രചാരണം തുടങ്ങിയ സമയത്ത് LDFന്റെ നേതാക്കൾ, അതിൽ MV ഗോവിന്ദനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഭരണത്തിന്റെ വിലയിരുത്തലാണല്ലോ എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വരമാണ് ഇന്ന് സ്വരാജിൽ നിന്ന് കേട്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നേരത്തെ കേട്ട ബൈറ്റ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ UDF ഒക്കെ പറയാൻ മടിക്കുന്ന കാര്യമാണ് ഭരണത്തിന്റെ വിലയിരുത്തലാകും, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. കൃത്യമായിട്ട് ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകണം എന്ന് തന്നെയാണ് സ്വരാജ് പറയുന്നത്. ഇതൊരു ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ തന്നെയാണ്. കളത്തിലിറങ്ങി, രഞ്ജിത്ത് പറഞ്ഞതുപോലെ കളത്തിലിറങ്ങി പ്രചാരണം നടത്തുന്ന ആൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇതെന്ന് പറയാം. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ബെന്നി ബെഹനാന്റെ വാക്കുകൾ. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞതിന് ശേഷവും ഇത് തന്നെ പറയണമെന്ന്. നേരത്തെ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലും പാലക്കാടും ഒക്കെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ LDFന്റെ നേതാക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് സംഭവിച്ചത് ഞങ്ങൾക്ക് ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ല എന്ന് മാറ്റിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് എല്ലായിടത്തും വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തടിതപ്പുകയായിരുന്നു LDFന്റെ നേതാക്കൾ ചെയ്തത്. അതിൽ CPM സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടുന്നു. ചേലക്കരയിലാകട്ടെ ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞങ്ങളുടെ വോട്ട് കൂടിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യമാണ്. വിചിത്രമായ ന്യായമായിരുന്നു പറഞ്ഞത്. ആ രീതിയിലുള്ള ന്യായം പറയരുത് എന്നാണ് ബെന്നി ബെഹനാൻ പറഞ്ഞത്. പോട്ടെ, അത് വിടാം. എന്നാലും സ്വരാജിൻ്റെ വാക്കുകൾ അത് ആത്മവിശ്വാസമുള്ള വാക്കുകൾ തന്നെയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. അതിലേറ്റവും പ്രധാനം ഈ PV അൻവർ എന്നയാൾ ആ ഫാക്ടർ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും PV അൻവർ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വന്നതോടുകൂടി UDFന് കുറച്ച് പ്രതിരോധമായിട്ടില്ലേ എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ പ്രചാരണമാണ്. സ്ക്വാഡ് വർക്കിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പല മേഖലയിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടായ്മ സ്വരാജിന് വേണ്ടി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാണ്. വരും ദിവസങ്ങളിലും അങ്ങനെ വരുന്നു. അതുമാത്രമല്ല, മുഖ്യമന്ത്രി 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ പോവുകയാണ്. വരുന്ന ദിവസം അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. പ്രമുഖരായ നേതാക്കൾ എല്ലാം വരുന്നു. അതോടൊപ്പം തന്നെയാണ് മന്ത്രിമാർ ഓരോ ദിവസവും ചാർട്ട് ചെയ്ത് ഓരോ ഇടത്തായി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. LDFന്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കളത്തിലുണ്ട്. മന്ത്രിമാർ പൂർണ്ണമായും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. UDF നേതാക്കൾ എല്ലാവരും ഉണ്ട്. സതീശനടക്കമുള്ള വലിയൊരു പട തന്നെ അവിടെയുണ്ട്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിലൊക്കെ UDFന് ഒരു അപ്രമാദിത്യം ഉണ്ടാകുമെന്ന് കരുതിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. പക്ഷേ കളം മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അൻവർ UDF ക്യാമ്പിലേക്ക് പോകുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ആദ്യം UDF കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അത് മാറിയപ്പോൾ അൻവറിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. UDFൻ്റെ ആണോ വോട്ടുകൾ അൻവർ പിടിക്കുക എന്ന സംശയം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഓരോ ദിവസവും മാറി മാറി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ ഇതുവരെയുള്ള നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തെ കാണാമോ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണേണ്ടതും. കാരണം അൻവർ ഫാക്ടർ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്കാണ് ദോഷം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. UDF പറയും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, അൻവർ കഴിഞ്ഞ തവണയും LDF സ്ഥാനാർത്ഥിയായിരുന്നു, അതിനു മുൻപും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അൻവർ പിടിക്കുന്ന വോട്ടുകൾ LDF-നെതിരായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതേസമയം LDF കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പുലർത്തുന്നത് UDF-നെ ദോഷകരമായി ബാധിക്കും അൻവർ ഫാക്ടർ എന്നാണ്. പിന്നെ അൻവറിനെ ഞങ്ങൾ അവഗണിച്ചിരിക്കുകയാണ്, ഞങ്ങൾ അൻവറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ വികസനം ചർച്ചയാകും, സർക്കാരിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമെന്ന് സ്വരാജ് പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അത് PV അൻവർ ആയിരുന്നുവല്ലോ കഴിഞ്ഞ 9 വർഷവും ഇവിടുത്തെ MLA. അപ്പോൾ PV അൻവറിൻ്റെ പ്രവർത്തനം കൂടി വിലയിരുത്തേണ്ടി വരില്ലേ എന്നുള്ള മറുചോദ്യം LDF-ന് നേരെ ഉയർന്നു വരുന്നുണ്ട്. സ്വരാജിന് നേരെയും ആ ചോദ്യം ചോദിച്ചപ്പോൾ അൻവറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല സ്വരാജ് സംസാരിക്കുന്നത്. അൻവറെ ഞങ്ങൾ കാര്യമാക്കുന്നില്ല, അൻവറിനെതിരെ അതേ സമയത്ത് പ്രചാരണത്തിനും ഞങ്ങളില്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് സ്വരാജ് നൽകുന്നത്. അതിന് കാരണം ഇത് തന്നെയാണ്. കഴിഞ്ഞ 9 വർഷം നിലമ്പൂരിൽ MLA ആയിരുന്നു PV അൻവറാണ്, അത് LDF-ന്റെ MLA ആയിരുന്നു അൻവർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമ്പോൾ സർക്കാരിനോട് ഒത്തുചേർന്ന് നിലമ്പൂരിലെ വികസനത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന PV അൻവറിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തൽ കൂടി അല്ലേ എന്ന ചോദ്യത്തിന് വളരെ തന്ത്രപരമായിട്ട് മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് സ്വരാജും അതുപോലെ തന്നെ LDF-ന്റെ മറ്റു നേതാക്കളും. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല PV അൻവർ എന്ന് ഒരിക്കലും പറയുവാൻ LDF-ന് സാധിക്കില്ല, അവരങ്ങനെ പറയുകയുമില്ല. കാരണം അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ചൂണ്ടുവിരൽ കൂടിയാകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് LDF-ന് പോലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി സ്വരാജ് പറയുമ്പോഴും ഇത് പൂർണ്ണമായിട്ടും PV അൻവറിനെ തള്ളിക്കൊണ്ടാകരുത് എന്ന രീതിയിലുള്ള ഒരു മുൻകരുതൽ കൂടി അങ്ങനെ നമുക്കറിയാം. സ്വരാജ് ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ, മഞ്ജുഷ് സംസാരിച്ചപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണം നടത്തുന്നു, സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയുന്നു. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു ബൈറ്റും അതുതന്നെയാണ്, സംശയമില്ല. കാരണം LDF സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കുകയാണ് പിണറായി ഭരണം നിലമ്പൂരിൽ വിലയിരുത്തപ്പെടും എന്നുള്ളത്. മഞ്ജുഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ 2 ദിവസമായി നിലമ്പൂരിനെ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, വഴിക്കടവിൽ പന്നിക്കണിയിൽ വീണ് ഷോക്കേറ്റ് വിദ്യാർത്ഥിനി മരിച്ചത്, അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളുമാണ്. ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന വാദത്തിൽ നിന്ന് നിലപാട് മാറ്റിയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് പ്രതികരിച്ചത്. ഗൂഢാലോചന ഉണ്ടെന്നല്ല, ഗൂഢാലോചന സംശയിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്നാണ് പുതിയ വാദം. വിദ്യാർത്ഥിയുടെ മരണം 2 ദിവസം കൊണ്ട് മണ്ഡലത്തിൽ ചർച്ചയായെന്ന് തിരിച്ചറിഞ്ഞാണ് ഇടതുമുന്നണിയുടെ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി അതേസമയം തയ്യാറായില്ല. മന്ത്രിയുടെ പ്രസ്താവന തിരിച്ചടിക്കുമെന്ന LDF വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ശശീന്ദ്രനോട് പ്രസ്താവന തിരുത്തണമെന്നാവശ്യപ്പെട്ടതായാണ് സൂചന. വഴിക്കടവിൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ UDF പ്രതിഷേധം തണുത്തതിനാൽ ഗൂഢാലോചന സംശയിക്കുന്നില്ലെന്ന് മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നോട് സംസാരിച്ചിരുന്നതായി ശശീന്ദ്രൻ സമ്മതിക്കുകയും ചെയ്തു. വിഷയം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാക്കി മാറ്റാനുള്ള ആലോചന നടന്നിട്ടുണ്ട്. മിനിസ്റ്റർ പറഞ്ഞത് ഇതാണ്, അവിടെ സംഭവം, ആ സംഭവത്തിൽ ഒരു പരിക്ക് പറ്റി മരിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ മരണത്തിൽ എത്തിയ ഒരു ജോലിയുണ്ടല്ലോ, അവിടെ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി പിടിച്ചെടുത്ത് മോഷ്ടിച്ച് കമ്പിയിലൂടെ കൊണ്ടുവന്ന് ആ കുളിക്കാൻ ചെന്ന കുട്ടികൾക്ക് ഷോക്കേറ്റാനിടയായ സംഭവം ഗൂഢാലോചനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നില്ല. അത് തിരുത്തലാണെങ്കിൽ തിരുത്തലാണ്, മലക്കമറച്ചിലാണ്. പക്ഷേ ഞാനത് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാര്യം കുറേ ഭാവന വന്നതാണ്. സമ്മർദ്ദം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നെ ഞാൻ അവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ ഈ വിഷയം ഉണ്ടായപ്പോൾ TP രാമകൃഷ്ണൻ LDF കൺവീനറായിട്ട് ഞാൻ സംസാരിച്ചു, പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനായിട്ട് ഞാൻ സംസാരിച്ചു, പിന്നെ ആരാണ് ഗോവിന്ദ മാഷുമായിട്ട് ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടു. ഇന്നലെ രാവിലെ രാത്രി വിളിച്ചിട്ടില്ല, രാത്രി ഒരു 12 മണിക്കൊക്കെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ ഗൂഢാലോചന എനിക്കെതിരെയുള്ള ഗൂഢാലോചനയായിട്ട് ഇപ്പം ഞാൻ കാണുന്നത് എന്താണ്? ഇന്നൊരു മാധ്യമം, ഒരു ദൃശ്യമാധ്യമം 1 മണിക്കൂർ മുമ്പേ മുഖ്യമന്ത്രി AK ശശീന്ദ്രനെ ശാസിച്ചു. അതൃപ്തി ഫോണിൽ നേരിട്ട് വിളിച്ച് രേഖപ്പെടുത്തി. ഞാൻ അവരെ മുമ്പെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചു. സമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണമെന്നോ ആവശ്യം വന്നിട്ടില്ല, വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ വിശദീകരിക്കണമല്ലോ. ജനങ്ങൾ ആരെങ്കിലും, നിങ്ങൾ എന്നല്ല,
ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, ഒരു അല്ലാത്തൊരു പൗരൻ മിനിസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണെന്ന് പറയല്ലോ. അതുകൊണ്ട് അതിൽ ഇതാണ് അതിൻ്റെ കോണ്ടസ്റ്റ്. ഇതാണ് സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ഒരു ഇൻറ്റൻഷൻ എനിക്കില്ല. സംഭവം ദൗർഭാഗ്യകരമാണ്, ക്രൂരമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ജനങ്ങളെ ആകെ സഹതാപം അർഹിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തമായിട്ട് തന്നെയാണ് ഗവൺമെന്റ് അതിനെ കാണുന്നത്. ഇന്നലെ മന്ത്രി പറഞ്ഞത് ശുദ്ധ വിവരക്കേടെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്. ഇന്ന് മാറ്റി പറഞ്ഞ് നന്നായി. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നും അതിനോടുള്ള ഇത്തരം പ്രതികരണങ്ങളാണ് എതിർക്കപ്പെടേണ്ടതെന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട് അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവില്ലേ? ഞാൻ പോവും, ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും, ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്ന്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്. ഇന്നിപ്പോൾ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി, അത്രേ കൊള്ളാം. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, വഴിക്കടവ് വിവാദം കഴിഞ്ഞ 2 ദിവസമായി നിലമ്പൂരിൽ വല്ലാതെ ചർച്ചയായ ഒരു സംഭവമാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണമാണ് ഈ വിവാദത്തെ അല്ലെങ്കിൽ ഈ വിഷയത്തെ ഇത്ര അധികം വിവാദമാക്കിയത് എന്നുള്ള വ്യാഖ്യാനം വന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ മന്ത്രിക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു, സ്വാഭാവികമാണ്. പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതിനെ ഗൂഢാലോചന എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് വഴിക്കടവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതിഷേധങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നതിൽ നിന്ന് അല്പം പിന്നോട്ട് പോവുകയാണ് മുന്നണികൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ വിഷയം ഇതാദ്യം ഈ ഒരു അപകട വാർത്ത പുറത്തു വരുമ്പോൾ സർക്കാരിനെതിരെ വലിയൊരു വികാരമായി മാറും. കാരണം നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിലമ്പൂരിലെ ഈ പ്രദേശം ഉൾപ്പെടെ വലിയ വനമേഖലയാണ്. എപ്പോഴും വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. ജനങ്ങൾ പൊറുതിമുട്ടി പകൽ പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന മേഖലയുമാണ്. അവിടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കുട്ടി പന്നിക്ക് വേണ്ടി കർഷകൻ വച്ച കെണിയിൽ കുടുങ്ങി മരിച്ചു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് പന്നിക്ക് വച്ച കർഷകർക്ക് രക്ഷയ്ക്ക് വേണ്ടി വച്ച കെണിയല്ല, പകരം ഇത് പന്നിയെ വേട്ടയാടാൻ വേട്ടക്കാർ വച്ച കെണിയാണ് എന്ന തരത്തിലുള്ള വിവരം പുറത്തു വരുന്നത്. അതോടുകൂടി സർക്കാർ കുറച്ചുകൂടി പ്രതിപക്ഷം കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായ വിഷയത്തിൽ നിലപാടെടുത്ത് രംഗത്ത് വരുന്നു. അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഈ കുട്ടിക്കുണ്ടായത്. അനന്തു സർക്കാർ സ്പോൺസേഡ് കൊലപാതകത്തിൻ്റെ ഇര എന്ന ഒരു വിമർശനവുമായി രാത്രി ഈ സംഭവം നടന്ന രാത്രി ഏതാണ്ട് 1.5 മണിക്കൂറോളം പ്രധാന പാത ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് സമരം നടത്തി. അവിടെ സർക്കാർ ഒന്ന് പ്രതിരോധത്തിലായി. പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത സർക്കാർ മനസ്സിലാവുന്നത്. ഇതൊരു മൃഗവേട്ടയുടെ ഭാഗമാണ്. അവിടെ സർക്കാർ തങ്ങളുടെ നിലപാട്, തങ്ങളുടെ തന്ത്രം മാറ്റുകയായിരുന്നു. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചന സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് മന്ത്രി AK ശശീന്ദ്രനാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ കണ്ടുള്ള ഒരു പ്ലോട്ട് സൃഷ്ടിക്കലാണ്, ഒരു ഗൂഢാലോചനയാണെന്ന വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നു. ഇന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞ അതേ നിലപാടാണ് അദ്ദേഹം ആദ്യം സ്വീകരിച്ചതെങ്കിൽ പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇത് ശശീന്ദ്രൻ്റെ പലപ്പോഴും അദ്ദേഹം ഈ വനം വിഷയങ്ങളിലൊക്കെ എടുത്തുചാടിയുള്ള പ്രസ്താവനകളുടെ ഭാഗമായി മാത്രം ഇതിനെ ആദ്യം വിലയിരുത്തുകയുണ്ട്. പക്ഷേ പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചതാണ്, മന്ത്രി പറയുന്നതിനെ അങ്ങ് പിന്തുണയ്ക്കുകയാണോ? അത്തരമൊരു രാഷ്ട്രീയ കൂടാതെ നടന്നിട്ടുണ്ടോ? MV ഗോവിന്ദനും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അതോടുകൂടി CPM-ന്റെ ഇടതുമുള്ള ഒരു നിലപാടായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അവിടെ നിന്നാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായത്. പ്രതിപക്ഷത്ത് തന്നെ അവർ സമരമേറ്റെടുത്ത രീതിയെക്കുറിച്ച് വിമർശനം ഉയർന്നു. ഈ ഒരു വിഷയത്തിൽ ആശുപത്രികളോട് പോലും വിരോധിച്ചുകൊണ്ട് സമരം വേണമോ എന്ന അഭിപ്രായം അവിടെ ഉയർന്നു വന്നപ്പോൾ സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി അത് ഗുണം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രതിപക്ഷത്ത് ഇത് രാഷ്ട്രീയം ഉപയോഗിക്കുന്നതിനെതിരെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. K മുരളീധരനും VM സുധീരനും ഒക്കെ ഇതൊരു മാനുഷിക പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ട ഒന്നല്ല, ഉദ്യോഗസ്ഥ വീഴ്ച അതിന് നിലപാടുമായി രംഗത്ത് വന്നു. അങ്ങനെ പ്രതിപക്ഷം ഒന്ന് പിന്നോട്ട് പോയി. സർക്കാരും സ്വാഭാവികമായും അങ്ങനെ പ്രതിപക്ഷം പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് പോകുന്ന ചോദ്യം സർക്കാർ കേന്ദ്രങ്ങളിലും ഉയർന്നു. മന്ത്രിയുടെ അഭിപ്രായം ശരിയായില്ല എന്ന ഒരു നിലപാട് മുന്നണിയിലെ പല ഘടകകക്ഷികൾക്കും CPM ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഇന്ന് മഞ്ജുഷ സംസാരിച്ചപ്പോൾ അരുണ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നോ എന്നും മുഖ്യമന്ത്രി ശാസിച്ചോ
എന്നുമൊക്കെ ചോദിച്ചു. മുഖ്യമന്ത്രി ശാസിച്ചുവെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് തെറ്റാണെന്ന് മന്ത്രി പറയുമ്പോഴും സ്വാഭാവികമായും ഈ പ്രസ്താവന ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും അത് വല്ലാത്ത തോതിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും പ്രതിപക്ഷമൊക്കെ ശശീന്ദ്രനെതിരെ വലിയ തോതിൽ രംഗത്ത് വന്നതുമൊക്കെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച് കാണുമല്ലോ. ഒന്ന് പിന്നോട്ട് പോകണമെന്ന നിർദ്ദേശം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നു കാണണമല്ലോ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശാസിക്കും എന്ന് പറഞ്ഞ ആ രീതിയിലേക്ക് നമുക്ക് അത് വ്യാഖ്യാനിക്കാനാകില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ഇതിലൊരു അപകടം മണത്ത് കാണണം. അദ്ദേഹം 13 തീയതി വരാനിരിക്കുകയാണ്. ഈ ഒരു വന്യജീവി സംഘർഷം ഒരു വിഷയമായി ഇവിടെ ഉയർന്നു നിൽക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അരുണ് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്, കേൾക്കാമോ? ചർച്ചയ്ക്ക് പറഞ്ഞോളൂ. തുടരാം. രഞ്ജിത്ത്, വികസനമാണ് സർക്കാർ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർക്കാർ ആഗ്രഹിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സർക്കാരിനെ നേരിട്ട് നോവിക്കുന്ന, സർക്കാർ നേരിട്ട് ബാധിക്കുന്ന വന്യജീവി സംഘർഷവും മനുഷ്യ സംഘർഷം ചർച്ചയാകുമ്പോൾ അത് സർക്കാരിന് ഗുണം ചെയ്യില്ല. അതിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരാതിരിക്കാനാണ് പരമാവധി ഇടതുമുന്നണി ശ്രമിച്ചത്. പക്ഷേ ഈ ഒരു അപകടമുണ്ടാകുന്നു, കുട്ടി മരിക്കുന്നു, അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ചർച്ചയിലേക്ക്, ആ വിഷയം തന്നെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കി. അവിടെ മന്ത്രിയുടെ പ്രസ്താവന ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ കത്തി നിൽക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയത്തും അത് കത്തി നിൽക്കാൻ ഇടയാക്കുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും സർക്കാരിന് ഉണ്ടായത്. അതുകൊണ്ടാണ് സർക്കാർ അതിലൊരു മയപ്പെട്ട നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യേണ്ട, ഗൂഢാലോചന സിദ്ധാന്തനെ പിൻവലിച്ച് മന്ത്രി രംഗത്ത് വന്നതും CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇന്ന് ആ വിഷയം തൊടാതെ പോയതും മൗനം അവലംബിച്ചതും, അതായത് ഈ വിഷയം ഇത് ചർച്ചയായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഇടതുമുന്നണി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകില്ല. ഒരുപക്ഷെ അനന്തുവിൻ്റെ കൊലപാതകം ഗൂഢാലോചനയുടെ ഫലമെന്ന ഒരു ചർച്ചകളിലേക്ക് പോകില്ല. അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പ്രതിപക്ഷം വിമർശിക്കില്ല. പക്ഷേ വനമേഖലയിലെ ഈ സംഘർഷങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ചർച്ചയെ മാറും. പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനെ നിൽക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇതൊരു ചർച്ചാ വിഷയമായി തന്നെ നിൽക്കുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം ആശങ്കയുണ്ട്. നമ്മൾ ഇത് മാത്രമല്ല, ഇതിനിടെ തന്നെ ഇന്നലെ നമ്മൾ നിലമ്പൂർ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഒരു വൃദ്ധന് സാങ്കേതിക പ്രശ്നമുണ്ട് അരുൺ. ഏതായാലും വിശദമായി തന്നെ ആ വിവരം അരുൺ പങ്കുവച്ചു. ഇതിനെതിരെ ഇന്നും UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. വഴിക്കടവിൽ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ചയാണെന്നാണ് KPC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് ന്യൂസ് 18 പറഞ്ഞത്. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവിക പ്രതിഷേധമുണ്ടാകും. ഗൂഢാലോചന ഉണ്ടെന്ന വാദത്തിന് സർക്കാരിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലെന്നും വിശ്വനാഥ് പറഞ്ഞു. വിനീഷ് എന്നുള്ള ആ വ്യക്തി നടത്തിയ ഒരു മൃഗങ്ങളെ പിടിക്കുവാനുള്ള ഒരു കെണിയായിരുന്നു. അതിൽ പോയി ഈ കുട്ടി കുടുങ്ങി ദാരുണ മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ്. അയാള് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വവും വഹിക്കുന്ന ആളല്ല, ഞങ്ങളുടെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. വനം വകുപ്പ് മന്ത്രിയുടെ ആദ്യ പ്രതികരണം ഇത് ഗൂഢാലോചനയാണെന്നാണ്. ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായ ഒരു 15 വയസ്സുകാരൻ മരിക്കുമ്പോൾ, സർക്കാർ സംവിധാനത്തിന്റെ പിഴവിന്റെ ഇരയാകുമ്പോൾ അദ്ദേഹം പറയേണ്ട ഒരു പ്രസ്താവനയാണോ ഇത്? ജോസ് കെ മാണിയുടെ പ്രതികരണം നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു? ആർക്കെതിരെയായിരുന്നു പ്രതികരണം? വനംവകുപ്പിനെതിരായിട്ടല്ലായിരുന്നു, വനം മന്ത്രിക്കെതിരായിട്ടല്ലായിരുന്നു. അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു ഘടകകക്ഷിയുടെ പ്രധാന നേതാവിന് പോലും ഈ പ്രശ്നമുണ്ട്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതിന് പകരം അതിനകത്ത് പാനിക്കാവേണ്ട കാര്യമില്ല ഗവൺമെന്റ് പെട്ടെന്ന്. സ്വരാജിനോടും ഈ വിഷയം ന്യൂസ് 18 ചോദിച്ചിരുന്നു. വനമന്ത്രി തന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകാം വഴിക്കടവ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചതെന്നാണ് സ്വരാജിന്റെ പ്രതികരണം. മന്ത്രിയുടെ പ്രസ്താവനയോട് വിയോജിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ മന്ത്രിക്ക് മന്ത്രിയുടേതായ ബോധ്യങ്ങൾ ഉണ്ടാവും. അതായത് ഒരു കുട്ടി മരിക്കുന്നു, നാട്ടിലെവിടെയും ഉണ്ടാകുന്ന ഒരു അപകടമാണ്. 2 മാസം മുൻപ് തൊട്ടപ്പുറത്തുണ്ടായതാണ്. ഇതുണ്ടായത് വെള്ളക്കട്ടയിലാണ്, അപ്പുറത്ത് പുത്തിരിപ്പാടത്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ആരും വഴി തടഞ്ഞിട്ടില്ല. അതൊരു കോൺഗ്രസ് സജീവ പ്രവർത്തകനായിട്ടും ആരും അതിൽ പ്രതിഷേധിക്കുകയോ ആ വീട് സന്ദർശിക്കുകയോ പോലും ചെയ്തില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്കുള്ള വഴി തടയുന്നു. അപ്പോൾ ഒരു മരണത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മന്ത്രി എന്ന നിലയിൽ വിവരമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. തിരുത്തണ്ടല്ലോ, ഇപ്പൊ അത് മനസ്സിലായില്ലേ കാര്യങ്ങൾ? അല്ല, ധാരണ ഉണ്ടാവാം. അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കുകയാണോ എന്ന് അറിയില്ലല്ലോ. LDF-നെതിരെയുള്ള ജനവികാരം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. UDF ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ജനങ്ങൾ LDF-ന്റെ പ്രചരണത്തെ തിരിച്ചറിയുമെന്നും അടൂർ പ്രകാശ് ന്യൂസ് 18 പറഞ്ഞു. UDF കൺവീനർ അടൂർ പ്രകാശാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം അതിൻ്റെ 2ാമത്തെ ഫേസിലേക്ക് കിടക്കുകയാണല്ലോ. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? 101% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി
ഞങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ള ഏക ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യ പ്രധാന വിഷയമാകുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വഴിക്കടവിലെ 15-കാരൻ്റെ ദാരുണ അന്ത്യം ഉണ്ടായത്. പക്ഷേ അത് UDF രാഷ്ട്രീയമായിട്ട് ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ് LDFിൻ്റെ ആ വിഷയത്തിലുള്ളൊരു ആരോപണം. മാത്രമല്ല അവർ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പ്രഖ്യാപിച്ച ആളുകളെല്ലാം കൂടി വനം വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാതെ മുൻപോട്ട് പോവുകയാണ്. ഇന്ന് കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ജനങ്ങളെ അറ്റാക്ക് ചെയ്യുകയാണ്. നടപടികൾ സ്വീകരിക്കാതെ ഇതാരോ ഗൂഢാലോചന നടത്തിയതാണ് എന്ന് പറഞ്ഞൊഴിയുന്നത് ഒരുമാതിരി മറ്റു ഭാഷയിൽ പറഞ്ഞാൽ വേറെ ഭാഷ പറയേണ്ടി വരും. ഞാൻ അത് പറയുന്നില്ല. എങ്കിലും അത് മര്യാദ കെട്ട വർത്തമാനമാണ് അദ്ദേഹം നിറവേറ്റിയിട്ടുള്ളത്. ഈ ആരോപണമൊന്നും ഞങ്ങൾക്ക് വലിയ കാര്യമായി വരില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. ഈ നാട്ടിലെ കർഷകരോടൊപ്പം ഞങ്ങൾ എപ്പോഴുമുണ്ട്. അതാണ് ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൽ പ്രചരണ വിഷയമാക്കിയില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് ഏറെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുന്നാളിൻ്റെ ഒരു വിശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിവാദങ്ങൾ, വഴിക്കടവ് വിവാദം വന്നു. അതിനുശേഷം ഇന്നു മുതൽ പര്യടനങ്ങൾ കാര്യമായി പുനരാരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുത്തേടം പഞ്ചായത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇന്നത്തെ പര്യടനത്തിന് തുടക്കം. കെ മുരളീധരൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുൻ അധ്യക്ഷന്മാരായ K സുധാകരൻ, VM സുധീരൻ, രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഷൗക്കത്തിന് വേണ്ടി ഇന്ന് പ്രചാരണത്തിനിറങ്ങി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വരാജിന്റെ പര്യടനം തുടങ്ങിയത് അമരമ്പലം സൗത്തിൽ നിന്നായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇടതുമുന്നണി നേതാക്കളും മന്ത്രിമാരും സ്വരാജിന് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി. 13-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുന്നുണ്ട്. അനന്തുവിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് NDA സംഘടിപ്പിച്ച DFO ഓഫീസ് ധർണയിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് രാവിലെ പങ്കെടുത്തത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം മണ്ണാത്തിപ്പൊയിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. പൂക്കോട്ടും പാടത്ത് ഇന്നത്തെ പര്യടനം അവസാനിക്കുകയും ചെയ്തു. ഷോക്കേറ്റ് മരിച്ച അനന്തുവിൻ്റെ വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുടുംബാംഗങ്ങളെ സതീശൻ ആശ്വസിപ്പിച്ചു. അപകടം നടക്കുമ്പോൾ അനന്തുവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും സതീശൻ കണ്ടു. DCC പ്രസിഡന്റ് VS ജോയ്, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിന് ഒപ്പമുണ്ടായിരുന്നു. ഗുരുതര അനാസ്ഥ ഉണ്ടായെന്നും അന്വേഷിക്കാൻ പോലും KSEB തയ്യാറാകുന്നില്ല എന്നും VD സതീശൻ ആരോപിച്ചു. നിലമ്പൂർ അംഗം പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.